കൃപാസനത്തിൽ പോകുന്ന ഹിന്ദുക്കൾക്കെല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ വലിയ കാര്യങ്ങൾ സാധിക്കുന്നതായിട്ട് അവർ പറയുന്നു. അവർക്ക് പലർക്കും അവരാഗ്രഹിച്ച രീതിയിൽ നല്ല രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നതായിട്ട് അവർ പറയുന്നു. എന്നാൽ ഹിന്ദുമത വിശ്വാസികളെയാണ് അവർ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല പരസ്യമായിട്ടാണ് ഹിന്ദുക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിന് ഹിന്ദുക്കളെ നന്നായിട്ടാണ് ഈ കൃപാസനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃപാസനത്തിൽ വരുന്ന ഹിന്ദുക്കൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ പോകുന്ന ധാരാളം ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് SNDP എന്നാണെങ്കിലും NSSൽ പെട്ട ആളുകളാണെങ്കിലും വിശ്വകർമ്മജരാണെങ്കിലും ഒക്കെ ഒട്ടേറെ ആളുകൾ ഇത്തരം സ്ഥാപനത്തിൽ ചെന്ന്, കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടിയെടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇവർ തന്നെ പറയുന്നു, ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പുരോഗതിയാണ്, ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നു എന്ന്. ഞാൻ ഇവരോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ലേ? ഇവർ ഹിന്ദുക്കളാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ക്ഷേത്രത്തിലൊക്കെ, ഈ ഗുരുവായൂരാണെങ്കിലും ചോറ്റാനിക്കരയാണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ഒക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിലൊന്നും പോയി പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് ഒരു കാര്യവും നടന്നിട്ടില്ലേ? അതും ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് പരസ്യം ചെയ്യാത്തത് കൊണ്ടാണോ ഇവർക്കൊന്നും ഒരു ഗുണവും ഉണ്ടാകാത്തത്? ഈ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന മറ്റ് മതസ്ഥർ, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും വന്ന് തങ്ങൾക്ക് അവിടെ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ ഫലസിദ്ധി ഉണ്ടായെന്ന് എപ്പോഴെങ്കിലും പറയുന്നത് ഇവരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മറ്റ് മതസ്ഥർ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പോയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി, അവിടെ പോയതുകൊണ്ട് ഒട്ടേറെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടായി എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ ചെല്ലുന്ന ഹൈന്ദവരായ ആളുകളെ മാക്സിമം പരസ്യത്തിലെന്ന പോലെ പരസ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നൊരവസ്ഥയാണുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം വളരെ വലിയ തോതിലാണ് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മിക്ക വീടുകളിലെയും കുട്ടികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്ക, അതുപോലുള്ള പല രാജ്യങ്ങളിലേക്കും, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പല രാജ്യങ്ങളിലേക്കും കുടിയേറുന്നത് പല കുടുംബത്തിലും കുട്ടികളില്ലാതായി പ്രായമായ മാതാപിതാക്കൾ മാത്രമാകുന്നൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പള്ളികളൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ ഹിന്ദുക്കളുടെ കൂടി സാന്നിധ്യം ആവശ്യമാണെന്ന് ഇവിടുത്തെ സഭകൾക്കൊക്കെ തോന്നിയത് കൊണ്ടാണോ ഇങ്ങനെ ഉള്ള ഫലസിദ്ധിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? ഇവിടുത്തെ ഒരു ക്ഷേത്രങ്ങളിലും ഇവർ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരൊക്കെ ഇവിടെ പോയതിന് ശേഷം മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടായതെന്ന് ഇത്തരം ഇവിടെയൊക്കെ ചെല്ലുന്ന ഹിന്ദുക്കൾ നിരന്തരം പറയുന്നു. ഇവർ കൊടുക്കുന്ന പരസ്യങ്ങളാണ് ഇവരുടെ ഇവരിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നത് എന്ന് പോലും നമുക്ക് കരുതേണ്ടതുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഒരു മതത്തിൽ വിശ്വസിച്ചിട്ട് ആ മതത്തെ തള്ളിപ്പറയുന്ന നിലപാട് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്.